നമസ്കാരം. മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും എൻഡിഎയിലേക്ക് ചേക്കേറുന്നെന്ന സൂചനകൾക്ക് പിന്നാലെ ബീഹാറിൽ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സജീവമാണ്. ബീഹാറിലെ 10-ലധികം കോൺഗ്രസ് എംഎൽഎമാർ ബിജെപിയുമായി ചർച്ച നടത്തുന്നതായി ബിജെപിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. ബീഹാറിൽ 19 എംഎൽഎമാർ കോൺഗ്രസിനുണ്ട്. അതായത് കോൺഗ്രസിനെ പിളർത്തുകയാണ് ബിജെപിയുടെ ലക്ഷ്യം. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ബീഹാറിലെത്തുമ്പോൾ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. ഞായറാഴ്ച ജെഡിയു എംഎൽഎമാരുടെ യോഗം നിതീഷ് കുമാർ വിളിച്ചു. രാവിലെ 10 മണിക്കാണ് എംഎൽഎമാരുടെ യോഗം. ബീഹാറിലെ സാഹചര്യം വിലയിരുത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ, ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് എന്നിവരുമായി ചർച്ച നടത്തിയതായും വിവരമുണ്ട്. നിർണായക നീക്കങ്ങളാണ് ബിജെപിയും നടത്തുന്നത്. നിതീഷിനെതിരെ പ്രസ്താവനകൾ ഇറക്കരുതെന്ന് എല്ലാ നേതാക്കൾക്കും അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഞായറാഴ്ചയോടെ ചിത്രം തെളിയും. 7 ജെഡിയു എംഎൽഎമാരെ പിളർത്തിയാൽ ബീഹാറിൽ നിതീഷ് കുമാർ പിണങ്ങിയാലും ലാലു പ്രസാദ് യാദവിന്റെ ആർജെഡിക്ക് ഭരണം പിടിക്കാം. ഇതിനുവേണ്ടിയുള്ള കരുനീക്കം ആർജെഡി നടത്തുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് 10 കോൺഗ്രസ് എംഎൽഎമാരെ മറുപക്ഷത്തെ എത്തിക്കാനുള്ള ബിജെപി നീക്കം. ആർജെഡിയെ പിളർത്താനും ആലോചനകൾ സജീവമാണ്. ഏതായാലും ബീഹാറിൽ 2 ദിവസം കൂടി രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരും. നിതീഷ് കുമാർ പ്രതികരിക്കാതെ അകലം പാലിക്കുന്നതും ശ്രദ്ധേയമാണ്. ആരുടെ മുന്നിലും വാതിലുകൾ അടച്ചിട്ടില്ലെന്നും കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനം എടുക്കുമെന്നും ബിജെപി നേതാവ് സുശീൽ കുമാർ മോദി പറഞ്ഞു. വാതിലുകൾ അടച്ചിട്ടില്ലെന്ന സുശീൽ മോദിയുടെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു ബിജെപി ബീഹാർ പ്രസിഡന്റ് സാമ്രാട് ചൗധരിയുടെ മറുപടി. ഇതിനിടെ ജെഡിയു ഇന്ത്യ സഖ്യം വിടില്ലെന്ന് ചില പാർട്ടി കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. കുറച്ചു ദിവസം മുമ്പ് ജെഡിയുവിന്റെ ദേശീയ അധ്യക്ഷ സ്ഥാനം നിതീഷ് കുമാർ ഏറ്റെടുത്തിരുന്നു. കൂറുമാറ്റ നിരോധന നിയമം തന്റെ മേൽ വരാതിരിക്കാനായിരുന്നു പാർട്ടിയുടെ പ്രധാന പദവി നിതീഷ് ഏറ്റെടുത്തതെന്നാണ് സൂചന. ബിജെപിയുടെ പിന്തുണയോടെ നിതീഷ് കുമാർ 7ാം വട്ടം ബീഹാർ മുഖ്യമന്ത്രിയായി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട്. ബിജെപിക്ക് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയുമാകുമെന്നാണ് സൂചന. ഫെബ്രുവരി 4-ന് പ്രധാനമന്ത്രി മോദി ബീഹാറിൽ എത്തുമെന്നും സൂചനയുണ്ട്. ഈ റാലിയിൽ നിതീഷ് കുമാറും പങ്കെടുക്കും. നിതീഷ് കുമാറിന്റെ പാർട്ടി പിളരുമോ എന്നതും നിർണായകമാണ്. 7 പേർ കൂറുമാറിയാൽ നിതീഷിനെ അട്ടിമറിക്കാൻ ലാലു പ്രസാദ് യാദവിനും കോൺഗ്രസിനും ആകും. നിതീഷിനൊപ്പമുള്ളവർ പിളർന്നു പോകാത്ത തരത്തിലുള്ള പുനഃസംഘടനയാകും നടക്കുക. ബീഹാറിൽ നിതീഷ് കുമാർ കൂടി ഉണ്ടെങ്കിൽ തൂത്തുവാരാമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപി പ്രതീക്ഷ. ആർജെഡിയും ജെഡിയുവും പട്നയിൽ പ്രത്യേകം യോഗം ചേർന്നിരുന്നു. കർപ്പൂരി ഠാക്കൂർ അനുസ്മരണ വേദിയിൽ നിതീഷ് നടത്തിയ പരാമർശവും സഖ്യം വിടുന്നതിന്റെ സൂചനകൾ നൽകുന്നതായിരുന്നു. നിതീഷ് മടങ്ങിവരാൻ തയ്യാറുണ്ടെങ്കിൽ ബിജെപി പരിശോധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ബുധനാഴ്ച ജെഡിയു സംഘടിപ്പിച്ച കർപ്പൂരി ഠാക്കൂർ അനുസ്മരണ വേദിയിൽ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ നിതീഷ് രൂക്ഷ വിമർശനം ഉയർത്തിയത്. കർപ്പൂരിക്ക് ഭാരതരത്നയും നൽകി. സ്വന്തം കുടുംബാംഗങ്ങളെ നേതാക്കളായി വാഴിക്കുന്ന സമീപകാല രീതിക്ക് അപവാദമാണ് കർപ്പൂരി ഠാക്കൂർ എന്നും അദ്ദേഹം ഒരിക്കലും കുടുംബവാഴ്ചയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും നിതീഷ് പറഞ്ഞു. തനിക്കും കുടുംബവാഴ്ചയിൽ താല്പര്യമില്ലെന്നും കൂട്ടിച്ചേർത്തു. ലാലു പ്രസാദ് യാദവിനെയും കുടുംബത്തെയും ഗാന്ധി കുടുംബത്തെയും ലക്ഷ്യമിട്ടുള്ള വിമർശനമാണിതെന്നാണ് വ്യാഖ്യാനം. ജെഡിയു ആർജെഡി ബന്ധം ഉലയുന്നെന്ന സൂചന ദിവസങ്ങളായി സംസ്ഥാനത്ത് ഉയരുന്നുണ്ട്. തേജസ്വി യാദവിനായി മുഖ്യമന്ത്രി പദം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷ് ഒഴിഞ്ഞുകൊടുക്കണമെന്നാണ് 2022 ഉണ്ടാക്കിയ ധാരണ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പദവി ഒഴിയാൻ നിതീഷ് തയ്യാറല്ല. അതിനിടെ ഉത്തരേന്ത്യയിൽ മോദിക്കുണ്ടാകുന്ന സ്വീകാര്യതയും നിതീഷിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. പ്രതിപക്ഷ ഐക്യത്തിൽ നിന്ന് അകൽച്ചയുടെ സൂചന നൽകുന്ന നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വേദി പങ്കിടുമെന്നാണ് റിപ്പോർട്ട്. ഫെബ്രുവരി 4-ന് ബീഹാറിലെ ബേതിയയിൽ നടക്കുന്ന റാലിയിൽ മോദിക്കൊപ്പം പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. അന്ന് എല്ലാ ജെഡിയു എംഎൽഎമാരോടും ബേതിയയിൽ എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജെഡിയു വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണിത്. ലലൻ സിംഗ് എന്നറിയപ്പെടുന്ന രാജീവ് രഞ്ജൻ സിംഗിനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് നിതീഷ് കുമാർ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ അഭ്യൂഹങ്ങൾ തുടങ്ങിയിരുന്നു. അതിനിടെ തന്റെ ഔദ്യോഗിക ഓസ്ട്രേലിയൻ പര്യടനം ബീഹാർ ഉപമുഖ്യമന്ത്രി കൂടിയായ തേജസ്വി യാദവ് റദ്ദാക്കിയതും ചർച്ചയായി. ആകെ 243 അംഗങ്ങളുള്ള ബീഹാർ നിയമസഭയിൽ ലാലു പ്രസാദ് യാദവിന്റെ ആർജെഡിക്ക് 79 സീറ്റുകളുണ്ട്. കോൺഗ്രസ് 19, സിപിഐ എംഎൽ 12, സിപിഎം 2, സിപിഐ 2, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് സീറ്റ് നിലകൾ. ഇതെല്ലാം കൂട്ടിയാൽ 114 സീറ്റുകളാണ്. 45 സീറ്റുകളാണ് നിതീഷ് കുമാറിന്റെ ജെഡിയുവിനുള്ളത്. ഇനി ജെഡിയുവിന്റെ പിന്തുണ ഇല്ലെങ്കിലും പുറത്തു നിന്നും ഒരു 7 പേരുടെ പിന്തുണ കിട്ടിയാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാം. ഇവിടെയാണ് നിതീഷും ലലൻ സിംഗും തമ്മിലെ ഭിന്നത നേരത്തെ ചർച്ചയായത്. ലലൻ സിംഗ് ആർജെഡിയുമായി അടുത്ത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നെന്ന സംശയം നിതീഷിനുമുണ്ട്. ലാലു പ്രസാദ് യാദവും ലലൻ സിംഗും വിമാനത്തിൽ വെച്ച് മാസങ്ങൾക്ക് മുമ്പും എല്ലാം ചർച്ച ചെയ്തുവെന്നാണ് സൂചന. ഈ കൂടിക്കാഴ്ചയ്ക്ക് 2 ദിവസം മുൻപ് ലലൻ സിംഗ് 12 ജെഡിയു എംഎൽഎമാരുമായി രഹസ്യയോഗം ചേർന്നതായി പറയുന്നു. കഴിഞ്ഞ കുറെ കാലമായി ലലൻ സിംഗ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അത് നിതീഷ് കുമാർ സമ്മതിച്ചിരുന്നില്ല. 12 എംഎൽഎമാരെ ലലൻ സിംഗിന് ജെഡിയുവിൽ നിന്നും അടർത്തിയെടുക്കാനായാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ഇത് അനിവാര്യമാണെന്നാണ് ആർജെഡിയുടെ വിലയിരുത്തൽ. ഇത് മനസ്സിലാക്കിയാണ് ബിജെപി പാളയത്തിലേക്ക് കൂറുമാറി
RJD മോഹത്തെ തകർക്കാനുള്ള നീക്കം. ലാലിനെതിരെ സംശയം കൂടി ആയതോടെയാണ് JDU ദേശീയ അധ്യക്ഷ പദം വീണ്ടും നിതീഷ് ഏറ്റെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ. കടുത്ത BJP വിരുദ്ധ നേതാവ് കൂടിയായിരുന്നു ലാലൻ.